അസ്സലാമു അലൈക്കും. പിന്നെ ഇതിപ്പോൾ നമ്മൾ ലക്ഷദ്വീപത്തെ ഏഴാമത്തെ ദിവസം. നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച വന്നു. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. ഇന്നിപ്പോൾ നമ്മൾ കവരത്തിയിൽ പൊളിഞ്ഞ ഷിപ്പുണ്ട്, അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ നമ്മളെ കൂടെ ഇപ്പോൾ ആശുപുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഏകദേശം ഇപ്പോൾ ഇന്നലെ ഫിഷിങ് ആവണ്ടേ ക്ഷീണിച്ചപ്പോൾ ഏകദേശം എല്ലാവരും ഉറങ്ങിക്കാണ്, ഫുഡ് കഴിച്ച് തന്നെ ഉറങ്ങിക്കുക. ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഷിപ്പ് കാണാം. ഏകദേശം ഇപ്പോ പൊളിഞ്ഞു പോയി. സെന്ററൊക്കെ ഫുള്ള് ഓപ്പൺ ആണ്. കാണുന്നൊന്നും അറിയില്ല. അതോ നമ്മള് ബാക്ക് സൈഡില് ഇതാണ് ആ ഷിപ്പ്. ഈ വേലി ഇറക്ക സമയത്ത് ഈ തിരമാല ഫുള്ള് അപ്പുറത്തേക്ക് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ളിലേക്ക് കയറാൻ പറ്റും. അത് ഈ സിമെന്റ് കൊടുന്ന ഒരു ഷിപ്പാണിത്. അത് നമ്മളെ നാട്ടുകാരനായ മറ്റേ അഷ്റഫ് എക്സൽ വ്ളോഗ് ഉണ്ട് ലക്ഷദ്വീപില്, അത് ശരിക്കും കാണിക്കുന്നുണ്ട് അവർ ഉള്ളിൽ കയറുന്നത് വേലി ഇറക്ക സമയത്ത്. നമ്മൾ ഏകദേശം അവിടെ നല്ല വെയിലാണ്. സമയം ഒരു 2 മണി ആ സമയമാണ്. ഇവിടുത്തെ വെയില് നല്ല കടുത്ത വെയിലാണ് പോലും. 4 പുറം തീരാനെ കൊണ്ട് വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല. ഇത് കിഴക്ക് സൈഡാണ്. കിഴക്ക് സൈഡ് ഈ കിഴക്ക് സൈഡ് മാത്രമേ ഉള്ളൂ. അതായത് കവരത്തി ദ്വീപിൽ കിഴക്ക് സൈഡ് മാത്രമേ ഉള്ളൂ ഇത്ര ഫോഴ്സിൽ തിരമാടിക്കുള്ളൂ. ഇതിന് ഓപ്പോസിറ്റ് സൈഡ്, അതായത് പടിഞ്ഞാറൻ സൈഡിൽ തിരമാലല്ല, ജസ്റ്റ് ലഗൂണ് മാത്രമാണ്. തിരമാലല്ലാതെ നല്ല കാമായിട്ടുള്ളൊരു ഏരിയയാണ് ആ ഭാഗത്ത്. അപ്പോൾ ഒട്ടുമിക്ക ടൂറിസ്റ്റ് ഹട്ടുകളൊക്കെ ആ സൈഡിലാണ്. കയാക്കിങ്, സ്നോർക്കലിങ്, സ്കൂബ ഒക്കെ ആ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പം എന്തായാലും നമുക്ക് ആ ഷിപ്പിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ആ ഷിപ്പിൻ്റെ അടുത്ത വീഡിയോയിൽ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഷിപ്പിൻ്റെ ഏകദേശം അടുത്തെത്താറായി. ഇവിടെ കാണുന്നുണ്ടോ ഷിപ്പിൻ്റെ പൊളിഞ്ഞ ബാലൻസിലാണ്. ഇത് നല്ല തിരമാല അടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് അടിഞ്ഞാണ്. ഒക്കെ തുരുമ്പ് പിടിച്ച്. ഇത് നമുക്ക് കാണുന്ന പോലെയല്ല, ഭയങ്കര വെയിറ്റാണ് ഈ സംഭവം. ചെറിയ പീസാണെങ്കിലും നല്ല വെയിറ്റുള്ള സാധനമാണത്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളെന്നെ കൊണ്ടുപോയിട്ട് വിറ്റ് പൈസ ഉണ്ടാക്കും നമ്മുടെ നാട്ടുകാർ. ഇവിടെ അങ്ങനെ സെറ്റപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഇവിടെ കിടക്കാണ്. ഫുള്ള് തുരുമ്പ് പിടിച്ച് കണ്ടോ. ഇതൊക്കെ ഷിപ്പിൻ്റെ ഭാഗങ്ങളാണ്. ഇത് എത്ര വർഷമായെന്ന് അറിയില്ല, പക്ഷെ അത്യാവശ്യം പഴക്കമുണ്ട്. ഇതാണോ, ഇതാണ് ഷിപ്പ്. ഇത് നമ്മൾ ഇപ്പോഴത്തെ ടെക്നോളജി ഇല്ലാത്ത സമയത്ത് വന്ന ഒരു ഫാൾട്ടാണ് ഇതാ തോന്നുന്നത്. അതായത് അപ്പുറത്ത് ഇറങ്ങേണ്ടത് ഇറങ്ങി വരുന്നത് ഇപ്പുറത്ത് വന്ന് കയറി. ഒന്നാമതാണ് ഇവിടെ നല്ല തിരമാല, നല്ല ഫ്ലോട്ടിങ്ങുള്ള ഏരിയയാണിത്. ഇവിടെ ഇറങ്ങണത് സേഫ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. കാരണം അവിടെയൊക്കെ നല്ലതാണോ അശുപത്ത് മാറി നല്ല തിരമാല ഉണ്ട് ആ ഭാഗത്ത്. എന്തായാലും നമ്മൾ ഇവിടെ ഇനി വീണ്ടും വരും. കാരണം നമ്മളെ കൂടെ ഉള്ളവർ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് വരണം ഇവിടെ. ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് നമുക്ക് വരാം.